ഇത് ലാസ്റ്റ് കിട്ടിയ യൂട്യൂബ് റവന്യൂ എന്ന് പറയുന്നത് സംതിങ് ആണ് ലാസ്റ്റ് കിട്ടിയത്. ഹായ്, അപ്പൊ എല്ലാവർക്കും എന്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. കുറേ നാളുകൾക്ക് ശേഷമാണ് കേട്ടാ ഞാനൊരു ലോങ് വീഡിയോ ആയിട്ട് വരുന്നത്. ഞാൻ കൺസിസ്റ്റന്റ് ആയിട്ട് വീഡിയോ ഇതുവരെ ചെയ്തിട്ടില്ല, ഇത് ആദ്യമായിട്ടാണ്. അതായത് എനിക്കൊരു പ്രാന്ത് തോന്നുമ്പോൾ കുറച്ച് വീഡിയോ എടുക്കും, ചാനലിലിടും, പിന്നെ കുറച്ച് ദിവസം കഴിയുമ്പോൾ അതവിടെ സ്റ്റോപ്പ് ആവും, പിന്നെ വീണ്ടും കുറച്ച് ദിവസം കഴിയുമ്പോൾ തോന്നിക്കഴിഞ്ഞാൽ ഇടും. അങ്ങനെയായിരുന്നു ഇത്ര നാള്. അപ്പൊ ഇപ്രാവശ്യം ഞാൻ എന്തായാലും ഒരു ചാലഞ്ച് പോലെ 30 ദിവസം കൺസിസ്റ്റന്റ് ആയിട്ട് വീഡിയോ എടുക്കാനും ഇടാനും തീരുമാനിച്ചു കേട്ടാ. അപ്പൊ ദൈവം സഹായിച്ച്, അതുപോലെ നിങ്ങളുടെ സപ്പോർട്ടും കൊണ്ട് എനിക്ക് 30 ദിവസം വീഡിയോ ഇടാൻ പറ്റി. അതിൽ ഒരു ദിവസം മുടങ്ങിയിട്ടാ, എന്നാലും കുഴപ്പമില്ല. ഞാൻ 30 ഡേയ്സ് എന്റെ വീഡിയോ ചാലഞ്ച് ഞാൻ വിജയകരമായിട്ട് തന്നെ കംപ്ലീറ്റ് ചെയ്തു. അതില് 29ാമത്തെ ദിവസത്തെ എന്റെ വീഡിയോ ഭയങ്കര, അതും ഓൺ വോയിസ് വീഡിയോ ആണ് ഞാൻ ചെയ്യണത്. അത് ഭയങ്കര അധികം റീച്ച് കിട്ടിയിട്ടാ. അതായത് 300K വ്യൂവേഴ്സ് ഒക്കെ ആയി. എനിക്ക് ഇൻസ്റ്റാഗ്രാമില് 2-3 ചാനല് അത് കൊളാബ് ചെയ്യുമോന്നൊക്കെ ചോദിച്ചിട്ട് മെസ്സേജ് ഇട്ട് കൊളാബ് ഒക്കെ ചെയ്തോട്ടെ. എനിക്ക് ഭയങ്കര സന്തോഷമായി. എന്റെ വീഡിയോസ് മില്യനൊക്കെ അടിച്ചിട്ടുണ്ട്, പക്ഷെ അതൊന്നും ഓൺ വോയിസ് അല്ല. നമ്മള് സാധാ ബാക്ക്ഗ്രൗണ്ടിൽ മ്യൂസിക് ഇട്ടിട്ട് അല്ലെങ്കിൽ എന്തെങ്കിലും റിലേറ്റബിൾ വീഡിയോ കണ്ടന്റ് അങ്ങനെ ചെയ്തത് മാത്രമാണ് ഇത്ര നാളും എന്റെ നല്ല പോലെ വൈറലായിട്ടുണ്ടായിരുന്നുള്ളൂ. പക്ഷെ എന്റെ ഓൺ വോയിസ് വീഡിയോ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഇത്രയ്ക്കധികം വ്യൂവേഴ്സ് ഉണ്ടാവണം കേട്ടോ. അതെനിക്ക് ഭയങ്കര അധികം സന്തോഷമുണ്ട്. അപ്പൊ ഈ 30 ഡേയ്സ് ചാലഞ്ച് വീഡിയോ ചെയ്തുകൊണ്ടിരിക്കുമ്പോ കുറെ പേര് കമന്റ് ബോക്സിലായിട്ടും പിന്നെ കുറച്ച് പേരൊക്കെ മെസ്സേജ് ആയിട്ടൊക്കെ കുറച്ച് കാര്യങ്ങൾ എന്നെ കുറിച്ച് അറിയാനും എന്നോട് കുറച്ച് കാര്യങ്ങളൊക്കെ ചോദിച്ചായിരുന്നു. പക്ഷെ അതിനൊന്നും എനിക്ക് റിപ്ലൈ കൊടുക്കാനായിട്ട് പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അപ്പൊ ഞാൻ എന്തായാലും വിചാരിച്ചു നമ്മൾ ഈ 30 ഡേയ്സ് ചാലഞ്ച് കംപ്ലീറ്റ് ആകുമ്പോൾ ഒരു Q&A ചെയ്യാമെന്ന്. അപ്പൊ ഞാനത് ഇന്നലെ അനൗൺസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ അത്യാവശ്യമില്ലാത്ത റെസ്പോൺസ് ഒക്കെ അതിന് വന്നു കേട്ടാ. കുറച്ച് പേര് കമന്റ്സിലും അതുപോലെ എനിക്ക് മെസ്സേജ് ഒക്കെ ആയിട്ട് ചോദിച്ചു. അപ്പൊ ആ ചോദ്യങ്ങളൊക്കെ ഞാൻ വായിച്ച് അതിനുള്ള ഉത്തരങ്ങള് ഈ വീഡിയോയിലായിട്ട് ഇടാന്നാ ഞാൻ വിചാരിച്ചത്. അതുകൊണ്ടാണ് ഞാനിപ്പോ ഈ വീഡിയോ ചെയ്യണത് കേട്ടോ. അപ്പൊ ഇതിന് നല്ലപോലെ റെസ്പോൺസ് ഉണ്ടെങ്കിൽ ഞാൻ ഇനിയും ലോങ് വീഡിയോസ് ആയിട്ട് വരും. ഈ 30 ഡേയ്സ് ചാലഞ്ച് വീഡിയോ കഴിഞ്ഞത് കൊണ്ട് ഞാൻ വീഡിയോ ചെയ്യൽ അവസാനിപ്പിച്ചിട്ടില്ല കേട്ടോ. ഇനിയും ഇതുപോലെ തന്നെ തുടരും. നിങ്ങളുടെ എല്ലാവരുടെ സപ്പോർട്ട് ഇനിയും വേണം കേട്ടോ. അപ്പൊ നമുക്ക് തുടങ്ങിയാലോ. അപ്പൊ ഫസ്റ്റ് ക്വസ്റ്റ്യൻ വായിക്കാട്ടാ. വീഡിയോയിൽ കാണുന്നത് പോലെ തന്നെയാണോ ജിറ്റി ചേച്ചി റിയൽ ലൈഫിലും, അതോ പാവാണോ? ഞാൻ ഇതുപോലെ തന്നെയാണ്, പാവാണ്. അതുപോലെ ഇപ്പൊ ഈ വീഡിയോയിൽ കാണുന്നത് പോലെ തന്നെയാണ്. എനിക്ക് ഭയങ്കര സംസാരിക്കാൻ ഭയങ്കര ഇഷ്ടമുള്ള ഒരാളാണ്. അതിപ്പോ പരിചയമില്ലാത്ത ഒരാളെ പെട്ടെന്ന് കണ്ട് നമ്മൾ എന്തെങ്കിലും ഒന്ന് സംസാരിച്ച് തുടങ്ങിയാൽ തന്നെ ഞാൻ നല്ലപോലെ സംസാരിക്കും. ഞാൻ ആരോടൊന്നുമില്ല, ഞാൻ എല്ലാവരോടും നല്ല രീതിയിൽ സംസാരിക്കും. എനിക്ക് ഭയങ്കരമായിട്ട് സംസാരിക്കാൻ ഇഷ്ടമുള്ള ഒരാളാണ്. പിന്നെ എല്ലാവരെ പോലെ തന്നെ വിഷമവും സങ്കടവും ദേഷ്യവും ഒക്കെ ഉണ്ട്. പക്ഷെ എല്ലാവരോടും അങ്ങനെ എടുക്കാറൊന്നുമില്ല. വീട്ടില് എന്റെ മുറിയില് ഞാനെല്ലാം ഒതുക്കും. പുറത്തേക്ക് ഇറങ്ങുമ്പോ അതൊന്നും ഞാൻ പുറത്ത് കാണിക്കാറില്ല. ഞാൻ എല്ലാവരോടും, എന്നെ അറിയുന്നവർക്ക് അറിയാം ഞാൻ എങ്ങനെയാന്നുള്ളത്. എനിക്ക് ഇതുപോലെ ഇങ്ങനെ ബ്ലാ എന്ന് പറഞ്ഞ് സംസാരിച്ച് നടക്കാൻ ഭയങ്കര ഇഷ്ടമുള്ള ഒരാളാണ് കേട്ടോ. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ട്ടാ. വീഡിയോസ് ഒക്കെ ചെയ്യുമ്പോ ഭർത്താവിന്റെ സപ്പോർട്ട് എങ്ങനെയാന്ന്? പുള്ളിക്കാരൻ വഴക്ക് പറയാറില്ലേന്ന്? വഴക്കൊന്നും പറയാറില്ല. ഞാൻ എനിക്ക് ഇഷ്ടമുള്ളത് കാണിക്കണോണ്ട് ഒരു പ്രശ്നമില്ല. പക്ഷെ ആള് വീഡിയോസിൽ വരില്ല. നീ എന്ത് വേണമെങ്കിലും കാണിച്ചോ, അത് ആൾക്ക് പ്രശ്നമില്ല. പിന്നെ കുറെ പേരൊക്കെ ഇങ്ങനെ ഇടയ്ക്ക് കാണുമ്പോ ഞാൻ അങ്ങനെ വീഡിയോസ് ഒക്കെ ഇടുന്നതിന് കളിയാക്കി പറയാറുണ്ടെന്ന് പറയും. പക്ഷെ ആൾക്കത് അങ്ങനെയൊന്നും പ്രശ്നമൊന്നുമില്ല. നീ എന്ത് വേണമെങ്കിലും കാണിച്ചോ, ഞാൻ വരില്ല, എന്നെ വിളിക്കണ്ട വീഡിയോ ചെയ്യാന്ന് പറയാറുണ്ട്. അതിപ്പോ എന്റെ ഭർത്താവെന്നല്ല, എന്റെ വീട്ടുകാരും. അതാണ് എന്നെ എപ്പോഴും ഒരേ ഫ്രെയിമില്, ഒന്നല്ലെങ്കിൽ ടെറസിന്റെ മേളില് അല്ലെങ്കിൽ റൂമില്. വീട്ടിലിപ്പോ അമ്മച്ചിക്കായാലും ചേച്ചിമാർക്കായാലും ആർക്കും ക്യാമറയ്ക്ക് മുന്നിൽ വരുന്നത് ഇഷ്ടമില്ല. ഞാൻ വരുത്തും, ഒരു ദിവസം വരുത്തും ഞാൻ അവരെല്ലാവരും. അത് കാരണം ഭർത്താവിന് അങ്ങനെ കുഴപ്പമൊന്നുമില്ല. എന്തെങ്കിലും കാണിച്ചോ പറഞ്ഞിട്ട് കാര്യമില്ല എന്നറിയാം. അത് കാരണം നോ പ്രോബ്ലം. പിന്നെ ചേച്ചിക്ക് ഒരു മോനുണ്ടല്ലോ, മോന് അമ്മയുടെ ഈ വീഡിയോസ് ഒക്കെ കാണുമ്പോ എന്താ തോന്നാറുള്ളത്? മോനുണ്ട്. മോന് 5 വയസ്സ് ആവണു. പക്ഷെ വീഡിയോസ് കണ്ടിട്ട് ആളെന്നെ ഇടയ്ക്ക് ഇൻസ്റ്റ തുറന്ന് ചിലപ്പോ എന്റെ വീഡിയോസ് തന്നെ കണ്ടിരിക്കണ കാണാറുണ്ട്. ആൾക്ക് ഇഷ്ടായിട്ടാവും, കുഴപ്പമൊന്നുമില്ല. ഹസ്ബൻഡിനെ കുറിച്ചിട്ട് ഞാനെന്ന ഐശ്വര്യം ആ വീഡിയോ ഇത്ര ഹിറ്റ് ആയപ്പോ ശരിക്കും എന്താ തോന്നിയേ? ഒടുക്കത്തെ ഞെട്ടലാർന്നോന്ന്. സത്യമായിട്ടും ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല ആ വീഡിയോ ഇത്ര ഹിറ്റ് ആവുമെന്ന്. എനിക്ക് ഭയങ്കര സന്തോഷമായി. ഞാൻ എല്ലാ ദിവസവും വീഡിയോ ചെയ്യണ പോലെ തന്നെ ചെയ്തു. അല്ലാണ്ട് ഇത് ഇത്ര ഹിറ്റ് ആവുമെന്ന് വിചാരിച്ചിട്ട് എടുത്ത വീഡിയോ ഒന്നല്ല. പക്ഷെ അത് കുറെ പേർക്ക് ഇഷ്ടപ്പെട്ടു. എനിക്ക് കുറെ പേര് മെസ്സേജ് അയച്ചിട്ടാ. അതായത് നമുക്കൊരു 5 കൊളാബ് അല്ലേ ചെയ്യാൻ പറ്റുള്ളൂ. ഞാൻ പൊക്കി പറയുന്നല്ല കേട്ടാ.
5 കൊളാബേ ചെയ്യാൻ പറ്റുള്ളൂ നമുക്ക്. അപ്പൊ ഞാൻ ഒന്ന് എന്റെ ഹസ്ബൻഡിന് ചെയ്തു, ഒന്ന് ഞങ്ങളുടെ രണ്ടുപേരുടെയും കൂടിയിട്ട് ഞങ്ങൾക്ക് ഒരു അക്കൗണ്ട് ഉണ്ട്, ചാപ്റ്റേഴ്സ് ഓഫ് അസ് എന്ന് പറഞ്ഞിട്ട്, അത് ചെയ്തു. പിന്നെ ഒരു 3 അക്കൗണ്ട് അവരെനിക്ക് ഫസ്റ്റ് മെസ്സേജ് അയച്ച 3 അക്കൗണ്ട് ആയിട്ട് ഞാൻ കൊളാബ് ചെയ്തു. പിന്നെ അയച്ചവർക്ക് എനിക്ക് ചെയ്യാനായിട്ട് പറ്റിയില്ല. ഞാൻ വലിയ ആളായിട്ടൊന്നുമില്ല, പക്ഷെ ആ വീഡിയോ എന്താണാവോ എല്ലാവർക്കും ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അങ്ങനെ പിന്നെ വീട്ടുജോലിയും കുട്ടിയുടെ കാര്യങ്ങളൊക്കെ നോക്കി എങ്ങനെയാണ് ഈ വീഡിയോസ് ചെയ്യാനുള്ള സമയം കണ്ടെത്തുന്നത്? വീട്ടുജോലി, കുട്ടിയുടെ കാര്യം കേട്ടില്ല. വീട്ടിൽ എന്റെ അമ്മയുണ്ട്, എന്റെ മൂത്തേച്ചിണ്ട്, ഞാനുണ്ട്. കൂടുതൽ കാര്യങ്ങൾ അമ്മയാണ് ചെയ്യാ, ഞാനും ചേച്ചി എന്തെങ്കിലുമൊക്കെ സഹായിക്കും. പിന്നെ വൈകിട്ടാണ് ഞാൻ വീഡിയോസ് എടുക്കുക. ഇവരെല്ലാവരും ഒന്ന് സെറ്റാക്കി ചേച്ചിയൊക്കെ വന്നതിന് ശേഷം, ഉണ്ണിയോളൊക്കെ ചേച്ചിയുടെ അടുത്താക്കിയതിന് ശേഷം ഒരു 5, 10, 15 മിനിറ്റ് നേരം കൊണ്ട് ഞാൻ എന്റെ വീഡിയോസ് ഒക്കെ ഞാൻ സെറ്റാക്കി എടുക്കാറുണ്ട്. അതാ ഞാൻ പറഞ്ഞ, ഒന്നല്ലെങ്കിൽ ടെറസിന്റെ മുകളിൽ അല്ലെങ്കിൽ റൂമിന്റെ ഉള്ളില് വേഗം ഒരു തട്ടിക്കൂട്ട് വീഡിയോ എടുക്കലാണ് ചെയ്യാറുള്ളത് കേട്ടാ. അത് കാരണം അങ്ങനെ കുഴപ്പമൊന്നുമില്ല. പിന്നെ എന്റെ വർക്കിന്റെ കാര്യമൊക്കെ ആകുമ്പോ ചില ദിവസങ്ങളിൽ നേരം വൈകും. അപ്പൊ ചിലപ്പോ ഞാൻ രാവിലെ ഇതുപോലെ ഇവർ സ്കൂളിൽ പോയതിനു ശേഷം കുറച്ച് ടൈം സ്പെൻഡ് ചെയ്യും വീഡിയോ എടുക്കാനായിട്ട്. പിന്നെന്താ, ചേച്ചിയുടെ ഈ മുടി കൊഴിച്ചിലും EMI ഒക്കെ ഇപ്പൊ മാറിയോ? അതേ പഴയപടി തന്നെയാണോന്ന്? ഞാൻ എല്ലാവരുടെയും പോലെ ഒരു രസത്തിന് വേണ്ടി പറഞ്ഞതാണ്. EMI ലോണുകളൊക്കെ ഉണ്ട് അല്ല, എന്നാലും ഞാനത് അങ്ങനെ പറഞ്ഞത് കൊണ്ടാണല്ലോ ഈ വീഡിയോ ഇത്രയ്ക്കധികം വൈറലായത്. അത് ആ രീതിയില് പക്ഷെ ഞാനത് ഇട്ടപ്പോ അത് എല്ലാവർക്കും റിലേറ്റബിൾ ആയിട്ട് തോന്നി. അതാണ് ആ വീഡിയോ ഇത്ര ഹിറ്റ് ആവാനുള്ള കാരണം കേട്ടോ. 30 days ചാലഞ്ച് കഴിഞ്ഞു. ഇനി അടുത്ത പരിപാടി എന്താണ്? റീൽസ് നിർത്താൻ വല്ല പ്ലാൻ ഉണ്ടോ? ഇല്ല, ഞാൻ ഒരിക്കലും നിർത്താൻ പ്ലാൻ ഇല്ല. ഇതുപോലെ നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ ഞാൻ നിർത്തില്ല, ഇതുപോലെ തന്നെ ഞാൻ മുന്നോട്ട് കൊണ്ടുപോട്ടാ. ഇൻസ്റ്റാഗ്രാമിന് ഇത്രയും സീരിയസ് ഫേസ് ഇട്ട് സംസാരിക്കാൻ എങ്ങനെ സാധിക്കുന്നു? ചിരി വരാറില്ലേന്ന്. ഞാൻ സീരിയസ് ഫേസ് ഇട്ടിട്ട് ഇതുവരെ വീഡിയോസ് ഒന്നും ചെയ്തിട്ടില്ല. എന്നാൽ ചിലപ്പോ നീ സാധാരണ സംസാരിക്കുന്ന പോലെ സംസാരിക്കുമ്പോ നിങ്ങൾക്ക് അത് സീരിയസ് ആയിട്ട് തോന്നിയോ എന്നുള്ളത് എനിക്കറിയില്ല. പിന്നത്തെ ക്വസ്റ്റ്യൻ, ഡാൻസ് വീഡിയോ അടിപൊളിയായിട്ടുണ്ടായിരുന്നു, ഇനിയും തുടരുമെന്ന്. ഇല്ലാട്ടാ, ഞാനത് എനിക്ക് എന്തോ ഒരു ഇതിന് 30 days ചാലഞ്ച് കഴിഞ്ഞല്ലോ, അപ്പൊ ഒരു രസത്തിന് ഞാൻ വെറുതെ എടുത്തു നോക്കാംന്ന് വിചാരിച്ചിട്ട് എടുത്തു നോക്കിയതാണ്. എനിക്കത് കുഴപ്പം തോന്നിയില്ല, ഞാനത് കാരണം ഇട്ടു. അപ്പൊ എനിക്ക് കമന്റ് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ, കഥ പറച്ചിൽ തന്നെ മതി, ഡാൻസ് വേണ്ട എന്നൊക്കെ പറഞ്ഞിട്ട്. ഇല്ല, ഞാനൊരു രസത്തിന് എടുത്തതാ. ഇനിയും പറ്റുകയാണെന്നുണ്ടെങ്കിൽ ഇനിയും ട്രൈ ചെയ്യുന്നതായിരിക്കും. പണ്ടൊക്കെ ആളുകൾ കുറ്റപ്പെടുത്തിയ കരയുന്ന ആളായിരുന്നു എന്ന് റീൽസിൽ കണ്ടു. നീ എപ്പോഴാണ് ഇത്രയും വലിയ പാവായിരുന്നു? എപ്പോഴും കരയാറൊന്നുമില്ല, കരഞ്ഞിട്ടൊന്നുമില്ല ഞാൻ. പക്ഷെ എനിക്ക് ഭയങ്കരമായിട്ട് വിഷമാവാറുണ്ടായിരുന്നു ആദ്യമൊക്കെ. ഇങ്ങനെ ഓരോരുത്തർ ഓരോന്ന് പറയുമ്പോൾ ഇപ്പൊ എനിക്ക് എല്ലാത്തിനും ധൈര്യമായിട്ട് എന്റെ തക്കുട് കൂടിയുണ്ട്. അത് കാരണം ഞാൻ ഒന്നിനും ഭയക്കാറില്ല, തക്കുടിനെ മാത്രം ഭയക്കാറുള്ളൂ. ഇൻസ്റ്റാഗ്രാമിൽ ഇത്രയും വലിയ തഗ്ഗൊക്കെ അടിക്കുന്നുണ്ടല്ലോ, വീട്ടിൽ ഭർത്താവിന്റെ മുന്നിലും ഇതേ തഗ് തന്നെയാണോ? തന്നെയാ പ്രൊട്ടക്റ്റ് ആണോന്ന്? ഇതേ തഗ് തന്നെയാ പ്രൊട്ടക്റ്റ് ആണോ അതോ അവിടെ ഫുൾ സൈലന്റ് ആണോ? ഞാൻ ഇതുപോലെ തന്നെയാണ്, അതുപോലെ തന്നെയാണ് ഞാൻ വീട്ടിലും. എന്റെ ഹസ്ബൻഡിനോട് അങ്ങനെ ഹസ്ബൻഡ് ഉണ്ടെന്ന് വിചാരിച്ചില്ലെങ്കിൽ ഹസ്ബൻഡ് ചീത്ത പറയുന്നു വിചാരിച്ചിട്ട് ഞാൻ സൈലന്റ് എന്നല്ല. ഞങ്ങൾ തല്ലുകൂടാറുണ്ട്, ഞങ്ങൾ സ്നേഹിക്കാറുണ്ട്, എല്ലാവരും അതുപോലെ തന്നെയാണല്ലോ. അത് വിചാരിച്ചിട്ട് ഞാൻ വീഡിയോ എടുക്കുമ്പോ മാത്രം ഭയങ്കര വൈലന്റും ഹസ്ബൻഡിന്റെ മുന്നിൽ ഭയങ്കര സൈലന്റും ഒന്നും അല്ല കേട്ടോ. ഞാൻ ഇങ്ങനെയാണ്, എല്ലാവരുടെ മുന്നിലും ഇങ്ങനെയാണ്. ഹസ്ബൻഡിന്റെ മുന്നിൽ ഇങ്ങനെ, വീട്ടുകാരുടെ മുന്നിൽ ഇങ്ങനെ, കൂട്ടുകാരുടെ മുന്നിൽ ഇങ്ങനെ, നാട്ടുകാരുടെ മുന്നിൽ ഇങ്ങനെ, അങ്ങനെയൊന്നും ഇല്ല. എന്നെ അറിയണ എന്റെ നാട്ടുകാർക്കും എന്റെ വീട്ടുകാർക്കും എന്റെ കൂട്ടുകാർക്കും അറിയാം ഞാൻ എങ്ങനെയാണ്. യൂട്യൂബിൽ നിന്ന് ഇപ്പൊ ലക്ഷങ്ങൾ വരുമാനം കിട്ടുന്നുണ്ടല്ലോ, എന്നിട്ടാണ് ഇപ്പോഴും ഈ EMI ലോണും പറഞ്ഞ് കരയണേ? ആ യൂട്യൂബ് റവന്യൂ ഒന്ന് പറഞ്ഞ് ജിറ്റിയെന്ന്. പിന്നെന്താ പറയാലോ, കഴിഞ്ഞ പ്രാവശ്യം എനിക്ക് കിട്ടിയത്, അതായത് ലാസ്റ്റ് കിട്ടിയ യൂട്യൂബ് റവന്യൂ എന്ന് പറയുന്നത് 37,500 എത്രയോ 500 സംതിങ് ആണ് ലാസ്റ്റ് കിട്ടിയത്. ഞാൻ പറയും എനിക്ക് നിങ്ങളാണ് സപ്പോർട്ട്. അത് കാരണം ഞാൻ യൂട്യൂബ് റവന്യൂ എന്റെ പറയണോണ്ട് എനിക്ക് നോ പ്രോബ്ലം. മറ്റുള്ള യൂട്യൂബേഴ്സ് പറയണില്ല എന്ന് വിചാരിച്ചിട്ട് ഞാൻ പറയും കേട്ടോ, വെറുതെ പറഞ്ഞതാണ് കേട്ടാ. എനിക്ക് എന്റെ ചാനൽ മോണിറ്റൈസേഷൻ പോലും ആയിട്ടില്ല. ഇതൊക്കെ ആരാ പറയണേന്ന് എനിക്കറിയാം. എല്ലാവർക്കും ഞാൻ കാണിച്ചു തരാം. എന്റെ യൂട്യൂബ് റവന്യൂ വരട്ടെ, എന്റെ ചാനൽ ഒന്ന് മോണിറ്റൈസേഷൻ ആവട്ടെ. അതിന് നിങ്ങളുടെ സപ്പോർട്ടാണ് എനിക്ക് വേണ്ടത്. നിങ്ങൾ എന്റെ വീഡിയോസ് കണ്ടാലാണ് എനിക്ക് വാച്ച് അവർ കൂടുള്ളൂ, എന്നാലാണ് എന്റെ ചാനൽ മോണിറ്റൈസേഷൻ ആവുള്ളൂ. അപ്പൊ നിങ്ങളാണ് എന്നെ ഹെൽപ്പ് ചെയ്യണ്ടേ.
അടുത്ത മാസം ഒരു കല്യാണം ഉണ്ട്. ഈ യൂട്യൂബ് വരുമാനത്തിൽ നിന്ന് എനിക്കൊരു പുതിയ ഡ്രസ്സ് എടുത്ത് തരുമോ സുഹൃത്തെ? ഡ്രസ്സല്ല, നിനക്ക് ഞാൻ പറയണില്ല, ഞാൻ തരാട്ടറാ. ഈ 30 ദിവസവും ഒരേ ഇരിപ്പിരുന്ന് വീഡിയോ ചെയ്തത് കണ്ട് ചോദിക്കുകയാണ്, നിനക്ക് വീട്ടിൽ വേറെ പണിയൊന്നും ഇല്ലേ? പണിയൊന്നും ഇല്ലാത്തോണ്ടല്ലേ ഞാൻ ഇങ്ങനെ ഇരുന്ന് വീഡിയോ എടുത്ത് കഷ്ടപ്പെടണേ. എല്ലാവർക്കും എന്താലേ, അവര് ചെയ്യൂല, നമ്മൾ ചെയ്യണവരായിട്ട് അങ്ങോട്ട് സമ്മതിക്കില്ല. എന്തായാലും ഇപ്പൊ കുറച്ച് അധികം സമയായി, കൊറേ സമയം ഞാൻ ഈ വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്നെ ബോറടിക്കും. നിങ്ങൾ എന്നെ അത് സ്കിപ്പ് അടിച്ച് കളയുക, അല്ലെങ്കിൽ നിങ്ങൾ എന്നെ അത് എന്താ മതി എന്ന് പറഞ്ഞിട്ട് കളയും. അപ്പൊ പാർട്ട് 1 പാർട്ട് 2 ഒക്കെ ആയിട്ട് ഇടാട്ടാ. ഫാമിലിന്റെ കാര്യങ്ങളൊക്കെ ചോദിച്ചിട്ടുണ്ട്. ഫാമിലിന്റെ കാര്യങ്ങളൊക്കെ ഞാൻ അടുത്ത വീഡിയോസിൽ പറയാട്ടാ. അപ്പൊ നിങ്ങൾക്ക് എന്റെ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കണു. ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ടോപ്പിക്സും അതുപോലെ തന്നെ എന്താ പറയാ, എല്ലാം ഉണ്ടാവും. നമ്മുടെ കയ്യിൽ ഫുഡ് ഉണ്ടാവും, എന്റർടൈൻമെന്റ് ഉണ്ടാവും, യാത്ര ഉണ്ടാവും, അതുപോലെ തന്നെ ഡാൻസ് ഉണ്ടാവും, പാട്ടുണ്ടാവും. ഇതൊക്കെ നിങ്ങൾ പ്രതീക്ഷിച്ചിരുന്നു. ഒരു പാട്ടൊക്കെ പാടി ഞാനൊരു വരവ് വരും. അപ്പൊ നമുക്ക് പാർട്ട് 2 കാണാട്ടാ. അപ്പൊ എല്ലാവർക്കും എന്റെ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്, സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയതായിട്ട് ആരെങ്കിലും എന്റെ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ഷെയറും കൂടി ചെയ്തോളൂ. ഛേദമില്ലാത്ത ഉപകാരം ചെയ്യുന്നതിൽ വേറെ പ്രശ്നമൊന്നും ഇല്ല. കാശൊന്നും കൊടുക്കണ്ടല്ലോ നിങ്ങൾക്ക് ഈ വീഡിയോ ഷെയർ ചെയ്യാനോ അല്ലെങ്കിൽ ലൈക്ക് ചെയ്യാനോ കാണാനോ. നിങ്ങൾ എന്തോരം സമയം ഇങ്ങനെ വെറുതെ കളയണു. അതിൽ കുറച്ചൊക്കെ എന്റെ വീഡിയോസ് ഒക്കെ കാണും, മറ്റുള്ളവരൊക്കെ ഒന്ന് സഹായിക്ക്. അപ്പൊ ടാറ്റാ ബൈ ബൈ ട്ടാ. അപ്പൊ പറഞ്ഞ നാളെ കാണാം. ടാറ്റാ ബൈ ബൈ.